ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി ഇംഗ്ലീഷുമായി ടച്ചും ഇല്ലാത്ത ഒരാൾ IELTS, UKVA, OET തുടങ്ങിയ കോഴ്സുകൾ എങ്ങനെ ട്രൈ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. എന്നിട്ട് IELTSന് ചേരുന്നതായിരിക്കും ഉചിതം. ഇവയെ നമുക്ക് ഈ വീഡിയോയിലൂടെ ബ്രീഫായി മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കാം. ഒന്നാമതായി കറണ്ട് സിറ്റുവേഷൻ. ഒരു ഗ്യാപ്പിന് ശേഷം IELTS പഠിക്കുവാൻ പോകുന്ന ഒരാൾ തൻ്റെ കറണ്ട് സിറ്റുവേഷൻ, അതായത് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് അല്പം ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ കറണ്ട് സിറ്റുവേഷനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങളെക്കുറിച്ച് സ്വയം വിലയിരുത്തുകയും ചില മുൻ തയ്യാറെടുപ്പുകൾ IELTSന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബാൻഡ് സ്കോറിലേക്ക് എത്തപ്പെടുകയുള്ളൂ. ചില വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം IELTS ട്രൈ ചെയ്യുക എന്നത് ബിഗ് ടാസ്ക്കാണ്. എന്നാൽ ഇവയെ സമീപിക്കേണ്ടതായ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ അധികം ബുദ്ധിമുട്ടില്ലാതെ IELTS പഠിക്കുവാൻ കഴിയും. ഒരാൾ തൻ്റെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് എങ്ങനെ സ്വയം വിലയിരുത്തണമെന്ന് നോക്കാം. എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ 3 ഏജ് ഗ്രൂപ്പുകളായി തരം തിരിക്കാം. ഒന്നാമത്തെ ഏജ് ഗ്രൂപ്പിനെ വിലയിരുത്തുന്നത് നിങ്ങളുടെ ലാസ്റ്റ് സ്കൂളിംഗ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് എത്ര നാളത്തെ ഗ്യാപ്പായി എന്നാണ്. നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് 5-6 മാസത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് ഉള്ളിൽ പഠിക്കുന്നതെങ്കിൽ പഠനവുമായി ചെറിയ ടച്ച് ഉള്ളതിനാൽ IELTS പഠിക്കുന്നതിന് അധികം ഒബ്സ്റ്റക്കിൾസ് നേരിടേണ്ടി വരികയില്ല. ഞാൻ ഈ ഗ്രൂപ്പിൽ ഉള്ള ആളാണോ എന്ന് സ്വയം വിലയിരുത്തുക. രണ്ടാമത്തെ ഏജ് ഗ്രൂപ്പിനെ വിലയിരുത്തുന്നത് പഠനത്തിന് ശേഷം 1 മുതൽ 5 വർഷത്തിനിടയ്ക്ക് പഠനത്തിൽ ഗ്യാപ്പുള്ള ആൾ ആണോ എന്ന് സ്വയം വിലയിരുത്തുക. അദ്ദേഹം മാരീഡ് ഓർ അൺമാരീഡ് ആയിക്കൊള്ളട്ടെ, അവരെ സംബന്ധിച്ച് കുറച്ചധികം ഒബ്സ്റ്റക്കിൾസ് IELTS പഠിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കാണപ്പെടാറുണ്ട്. ഉദാഹരണമായി ജോബ് സീക്കിംഗ്, ജോബ് റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റി, ഫാമിലി, മാരേജ്, പേരന്റിംഗ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി തുടങ്ങിയവ. അല്പം കൂടി വിവരിച്ച് പറഞ്ഞാൽ 1 മുതൽ 5 വർഷത്തിനുള്ളിൽ ഗ്യാപ്പ് വന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ജോലി, വിവാഹം, കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ എൻഗേജ്ഡ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് IELTS പഠിക്കുക എന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ജോബ് റെസ്പോൺസിബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റിയോടുള്ള ബന്ധത്തിൽ നേരിടുന്ന മാനസിക വെല്ലുവിളികൾ ഇതൊക്കെയും ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരിൽ കാണപ്പെടുന്നതിനാൽ അല്പം ഫ്രീ മൈൻഡോടുകൂടി IELTS പഠിക്കുക എന്നത് കുറച്ചധികം റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ ഏജ് ഗ്രൂപ്പിനെ വിലയിരുത്തുന്നത് പഠനത്തിന് ശേഷം 5 അതിൽ അധികമോ വർഷങ്ങളായ വ്യക്തികളെ സംബന്ധിച്ച് മാരീഡ് ആയാലും അൺമാരീഡ് ആയാലും ക്വൈറ്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഓരോ വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ റെസ്പോൺസിബിലിറ്റികളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതായത് നീണ്ട വർഷത്തെ ഗ്യാപ്പ്, ജോബ് റെസ്പോൺസിബിലിറ്റി, മാരേജ്, ഫാമിലി, പേരന്റിംഗ്, ഫാമിലി റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റി, അതർ ഇഷ്യൂസ്, സാമ്പത്തികമായ ചില വെല്ലുവിളികൾ എന്നിങ്ങനെ ഫ്രീക്വൻലി നിരവധി ഒബ്സ്റ്റക്കിളുകൾ ഈ ഏജ് കാറ്റഗറിയിൽ വരുന്നവർക്ക് നേരിടേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ ഒബ്സ്റ്റക്കിളിൻ്റെ ഇടയിലും സമയം കണ്ടെത്തി അല്പം ഫ്രീ മൈൻഡോടുകൂടി IELTS പഠിക്കുക എന്നത് ഗ്യാപ്പ് വന്ന ഒരാളെ സംബന്ധിച്ച് ഹൈ റിസ്ക് ഉള്ള കാര്യമാണ്. ഈ ഒരു കാര്യവും മനസ്സിലാക്കിയതിന് ശേഷം IELTS പഠിക്കുവാൻ തയ്യാറെടുക്കുക. ഈ പറഞ്ഞ 3 ഏജ് കാറ്റഗറികൾ ഏതിലാണ് ഞാൻ ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കി IELTS പഠിക്കുവാൻ ശ്രമിക്കുക. രണ്ടാമതായി അറിയേണ്ടത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അക്കാഡമി ഏറെക്കുറെ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അക്കാഡമി എപ്പോഴും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ ആണ് ഓരോ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉദാഹരണമായി 1 മന്ത് ക്രാഷ് കോഴ്സ്, 2 മന്ത്സ് കോഴ്സ്, 3 മന്ത്സ് കോഴ്സ് എന്നിങ്ങനെ. ഇതിൽ ഏത് ടൈം പീരീഡ് ഉള്ള കോഴ്സാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ പീരീഡ് ഏതൊരു തുടക്കക്കാരനെയും സംബന്ധിച്ച് ലിമിറ്റഡ് പീരീഡാണ്. കാരണം IELTSൻ്റെ 4 മൊഡ്യൂളുകൾ ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 മാസത്തിൽ അധികം സമയം എടുക്കും. കൂടാതെ ഗ്രാമറിൻ്റെ ഇമ്പോർട്ടൻസ് വേറെയും. ഉദാഹരണമായി 2 മന്ത്സ് കോഴ്സ് എടുക്കുക ആണെന്ന് ഇരിക്കട്ടെ, അവിടെ നിന്നും ബേസിക് എന്നവണ്ണം 2 വീക്സിൻ്റെ ഗ്രാമർ ക്ലാസ് ലഭിക്കും. ഈ 2 വീക്സിൻ്റെ ടൈം പീരീഡിനുള്ളിൽ IELTSന് ആവശ്യമായ ഗ്രാമർ പോർഷനുകൾ മനസ്സിലാക്കി എടുക്കുക എന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം റിയൽ IELTSലേക്ക് പ്രവേശിക്കും. റിയൽ IELTSന് നന്നായി മനസ്സിലാക്കിയെടുക്കുവാൻ കുറഞ്ഞത് 1 മാസം എങ്കിലും എടുക്കും. അങ്ങനെ IELTS എന്താണെന്ന് ഏകദേശ ധാരണ കിട്ടി കോൺഫിഡൻസ് വന്നു തുടങ്ങുമ്പോൾ 1.5 മാസത്തെ സമയം എടുക്കും. പിന്നെ 2 മാസത്തിനുള്ളിൽ ബാക്കിയുള്ളത് 2 വീക്സ് ആണ്.
ഈ 2 വീക്സിൽ എത്ര ശ്രമിച്ചാലും IELTS എഴുതുവാനുള്ള കോൺഫിഡൻസ് ലഭിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വീണ്ടും 2 months ഫീ പേ ചെയ്തെങ്കിൽ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യുവാനുള്ള കറേജ് ലഭിക്കുകയുള്ളൂ. പറഞ്ഞു വന്നതിൻ്റെ സാരം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അക്കാഡമി ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായ ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി പാസ്സായി നിങ്ങൾക്ക് ആവശ്യമുള്ള ബാൻഡ് സ്കോർ വാങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും ഫീ പേ ചെയ്ത് നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ഇക്കാലങ്ങളിൽ വീക്കായ മൊഡ്യൂളുകൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യവുമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നല്ലൊരു എമൗണ്ട് കൊടുത്ത് ജോയിൻ ചെയ്താൽ, എസ്പെഷ്യലി ഗ്യാപ്പ് ഉള്ളവരെ സംബന്ധിച്ചും, ആദ്യത്തെ അറ്റംപ്റ്റിൽ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ IELTS പഠിക്കുവാൻ ശ്രമിച്ചാൽ, തുടക്കക്കാരൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അക്കാഡമിയിൽ നേരിടുന്ന ചലഞ്ചിൻ്റെ കൂടെ ഒന്നാമത് പറഞ്ഞ കറണ്ട് സിറ്റുവേഷനും കൂടെ ചേർത്ത് വരുമ്പോൾ ഒരുപാട് ചലഞ്ചുകൾ കൂടാതെ ഇമോഷണൽ ചലഞ്ച് നേരിടുകയും IELTS പഠിക്കുന്ന സമയത്ത് പ്രയാസമായി തോന്നുകയും ചെയ്യും. തുടക്കക്കാരൻ അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നയാൾ IELTS പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ IELTSനെ സംബന്ധിച്ച് ഗൈഡൻസും സെൽഫ് പ്രാക്ടീസ് കുറച്ച് നാളത്തേക്ക് ചെയ്തതിന് ശേഷം മാത്രം IELTSന് ജോയിൻ ചെയ്യുന്നതായിരിക്കും ഉചിതം. മൂന്നാമതായി, സെൽഫ് പ്രാക്ടീസ് ഓൾ മൊഡ്യൂൾസ്. ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം IELTSന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ IELTSലെ 4 മൊഡ്യൂളുകളായ ലിസണിങ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സെൽഫ് പ്രാക്ടീസിലൂടെ ഫെമിലർ ആയിത്തീരണം. ഇല്ലെങ്കിൽ IELTSന്റെ തുടക്കത്തിൽ 1.5 അല്ലെങ്കിൽ 2 മാസത്തെ 4 മൊഡ്യൂളുമായി പൊരുത്തപ്പെടുവാൻ ടൈം എടുക്കും. ഇങ്ങനെ പൊരുത്തപ്പെടുവാൻ എടുക്കുന്ന ടൈം എന്നത് ഫീ അടച്ച ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പണവും സമയവും വേസ്റ്റ് ആയിരിക്കും. അതായത് 1.5 മാസം അല്ലെങ്കിൽ 2 മാസം നമുക്ക് വേണ്ടതുപോലെ യൂട്ടിലൈസ് ചെയ്യുവാൻ പറ്റാതെ വരും എന്നർത്ഥം. IELTSന്റെ തുടക്കത്തിൽ ഇവയുമായി പൊരുത്തപ്പെടുവാൻ എടുക്കുന്ന ടൈമിനെ എങ്ങനെ സേവ് ചെയ്യാം എന്നതായിരിക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ്. അതുകൊണ്ട് IELTSന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് 4 മൊഡ്യൂളുകളുമായി എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ബന്ധം സ്ഥാപിച്ചെടുക്കാം എന്ന് നോക്കാം. IELTSലെ ഒന്നാമത്തെ മൊഡ്യൂളായ ലിസണിങ് പ്രാക്ടീസ് എങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങാം എന്ന് നോക്കാം. ലിസണിങ് പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് IELTSലെ ലിസണിങ് പ്രാക്ടീസ് എന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. ലിസണിങ് അത്യാവശ്യം നല്ല വോളിയത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് തുടക്കത്തിൽ കിഡ്സ് റിലേറ്റഡ് വീഡിയോകൾ, കാർട്ടൂൺ, കിഡ്സ് സ്റ്റോറീസ് വീഡിയോ, കിഡ്സ് കോൺവെർസേഷൻ എന്നിങ്ങനെ കുട്ടികൾ കാണുന്ന വീഡിയോകൾ കാണുവാൻ ശ്രമിക്കുക. ഇത് ലിസണിങ് ഇഷ്ടപ്പെട്ട് തുടങ്ങുവാൻ സഹായിക്കും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളെ ബേസ് ചെയ്തുള്ള വീഡിയോകൾ കാണുവാൻ ശ്രമിക്കുക. ഉദാഹരണമായി ഹിസ്റ്ററി, ഡോക്യുമെൻ്ററി, സയൻസ്, ടെക്നോളജി, പോഡ്കാസ്റ്റ്, സ്റ്റാൻഡപ്പ് കോമഡി അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ അല്ലെങ്കിൽ പ്രൊഫഷനെ റിലേറ്റ് ചെയ്ത് വീഡിയോ കാണുക. ഇത് കുറച്ച് നാൾ തുടരുക. അടുത്ത സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെയിലി ഇംഗ്ലീഷ് ന്യൂസുകൾ, ടെക് ടോക്ക്, ഡിബേറ്റുകൾ, കറണ്ട് അഫയേഴ്സ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലോ എന്നിങ്ങനെ ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സുകളെ ബേസ് ചെയ്ത് ഡെയിലി ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക. IELTS ലിസണിങ് പ്രാക്ടീസ് ചെയ്യുവാൻ യൂട്യൂബ് വെബ്സൈറ്റുകളിൽ ധാരാളം സാമ്പിൾ മെറ്റീരിയൽസുകൾ ലഭിക്കുന്നതാണ്. അവ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാൻ കഴിയും. IELTSലെ രണ്ടാമത്തെ മൊഡ്യൂളായ റീഡിംഗ് പ്രാക്ടീസ് എങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങാം എന്ന് നോക്കാം. റീഡിംഗ് പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾ IELTSലെ റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ബോറായി തോന്നുവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിലവിൽ റീഡിങ്ങുമായി ടച്ച് ഇല്ലാത്തതിനാലാണ്. അതുകൊണ്ട് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ കിഡ്സ് സ്റ്റോറീസ്, മോറൽ സ്റ്റോറീസ് വായിക്കുക. അതിനായി പ്ലേ സ്റ്റോറിൽ മോറൽ സ്റ്റോറി എന്നോ ബെഡ് സ്റ്റോറി എന്നോ സെർച്ച് ചെയ്താൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആപ്ലിക്കേഷനുകൾ ലഭിക്കും. കൂടാതെ ചെറിയ ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുവാനും തുടക്കത്തിൽ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് റീഡിങ്ങിനോടുള്ള താല്പര്യം തോന്നി തുടങ്ങും. അതിനുശേഷം നോവൽ, ബയോഗ്രഫി, എൻസൈക്ലോപീഡിയ, ഹിസ്റ്ററി എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുക. അവ കുറച്ച് നാൾ വായിച്ച് ഒരു ലെവലിൽ എത്തുമ്പോൾ റീഡിങ്ങിന് സീരിയസ് ആയി കണ്ടു തുടങ്ങും. അതിനുശേഷം ഡെയിലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ, കോളം, ആർട്ടിക്കിൾ, നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, ഫോർ എക്സാമ്പിൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ലോ എന്നിങ്ങനെ വിവിധ സബ്ജക്റ്റുകൾ വായിക്കുക. അതിനായി BBC, ഗാർഡിയൻ, ദി ഹിന്ദു എന്നിങ്ങനെ ന്യൂസ് പേപ്പറുകൾ വായിക്കുന്നതാണ് നല്ലത്. മാത്രവുമല്ല, നിരവധി ന്യൂസ് പേപ്പറുകൾ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അവയിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റീഡിങ്ങിൽ നല്ല ബാൻഡ് സ്കോർ നേടിയെടുക്കുവാൻ കഴിയും. IELTSലെ മൂന്നാമത്തെ മൊഡ്യൂളായ റൈറ്റിംഗ് പ്രാക്ടീസ് എങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങാം എന്ന് നോക്കാം. റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ബോറായി തോന്നുന്നതും
എഴുതി എഴുതി കൈക്ക് വേദന തോന്നി റൈറ്റിംഗ് പ്രാക്ടീസ് മടി തോന്നുന്നത് കാണപ്പെടാറുണ്ട്. കാരണം റൈറ്റിംഗുമായി യാതൊരുവിധ ടച്ചും ഇല്ലാത്തതിനാലാണ്. IELTSന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഗ്രാമറും എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചെറിയ സെൻറ്റൻസുകളായി തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അതിനായി നിങ്ങൾക്കറിയാവുന്നതും പെട്ടെന്ന് ഓർത്തെടുക്കുന്നതുമായ വാക്കുകൾ മാത്രം ഉപയോഗിച്ച് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ ലിസണിങ് ആൻഡ് റീഡിംഗ് ചെയ്യുമ്പോൾ കിഡ്സ് സ്റ്റോറീസ്, കിഡ്സ് റിലേറ്റഡ് വീഡിയോ, മോറൽ സ്റ്റോറീസ്, ഹിസ്റ്ററി, ഡോക്യുമെൻ്ററി, സയൻസ്, ടെക്നോളജി, നോവൽ, ബയോഗ്രഫി, ന്യൂസ് പേപ്പർ എന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളിലെ ഹെഡിങ്, മെയിൻ പോയിന്റ്സ്, അതർ പോയിന്റുകൾ ഒരു നോട്ട്ബുക്കിലോ ഡയറിയിലോ എഴുതി ആ ഹെഡിങ്ങിനെയും പോയിന്റുകളെയും ബേസ് ചെയ്ത് ചെറിയ സെൻറ്റൻസുകളായോ പാരഗ്രാഫുകളായോ എസ്സേ ആയോ എഴുതാവുന്നതാണ്. എഴുതുമ്പോൾ നിങ്ങൾ എഴുതുക മാത്രമല്ല ചെയ്യുന്നത്, കൂടാതെ കൂട്ടത്തിൽ പറയുക കൂടി ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് 2 പ്രാക്ടീസാണ് നടക്കുന്നത്. ഏതൊരു കാര്യവും പെട്ടെന്ന് മൈൻഡിൽ സ്റ്റോർ ചെയ്യുവാനും പിന്നീട് പല അവസരങ്ങളിൽ സ്പോണ്ടേനിയസ് ആയി യൂസ് ചെയ്യുവാൻ ഹെൽപ്പ് ചെയ്യുകയും ഈ ഒരു മെത്തേഡ് സഹായിക്കും. കൂടാതെ ലിസണിങ് ആൻഡ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ വൊക്കാബുലറികൾ നോട്ട്ബുക്കിലോ ഡയറിയിലോ എഴുതി നിങ്ങളെയും നിങ്ങളുടെ സറൗണ്ടിനെയും ബേസ് ചെയ്ത് സിമ്പിൾ സെൻറ്റൻസുകളായി എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതും ഫ്ലുവൻസി ഡെവലപ്പിനെ സഹായിക്കും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റൈറ്റിംഗിൽ നല്ല ബാൻഡ് സ്കോർ നേടിയെടുക്കുവാൻ കഴിയും. IELTSലെ 4ാമത്തെ മൊഡ്യൂളായ സ്പീക്കിംഗ് പ്രാക്ടീസ് എങ്ങനെ ബിഗിനർ സ്റ്റേജിൽ നിന്നും ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ബിഗിനർ സ്റ്റേജിൽ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഗ്രാമർ തെറ്റിപ്പോകുമോ എന്നിങ്ങനെ നിരവധി സ്ട്രഗിളുകൾ സാധാരണമാണ്. ഇവയെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമേ ഓവർകം ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല സ്പീക്കിംഗ് പ്രാക്ടീസിൽ തുടക്കക്കാർ എല്ലാവരും നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പീക്കിംഗ് പാർട്ട്ണറെ കിട്ടാതെ വരുന്നത്. ആദ്യം നമുക്ക് എങ്ങനെ സ്വയം സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് നിരവധി ഇംഗ്ലീഷ് വാക്കുകൾ അറിയാം. ആ വാക്കുകൾ ഉപയോഗിച്ച് ചെറിയ സെൻറ്റൻസുകളായി പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ വീട്ടിൽ നിരവധി സാധനങ്ങൾ ഉണ്ട്. അവയുടെ മിക്ക ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് അറിയാവുന്നതുമാണ്. അവ ഉപയോഗിച്ചുകൊണ്ട് ദിസ് ഈസ് മൈ കിച്ചൺ, ദാറ്റ് ഈസ് എ വാട്ടർ ടാങ്ക്, ഇറ്റ് ഈസ് അവർ സാംസങ് ഫ്രിഡ്ജ് എന്നിങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ പറയുവാൻ കഴിയും. അതിനുശേഷം ഹോളിലും റൂമിലും ചെന്ന് അവിടെ കാണുന്ന വസ്തുക്കളെ നോക്കി സെൻറ്റൻസിലാക്കി പറയുക. അതിനുശേഷം മുറ്റത്തിലും പറമ്പിലും ആയി കാണുന്ന ചെറിയ ചെടികൾ, മരങ്ങൾ, മറ്റു വസ്തുക്കൾ ഇവയെ ശ്രദ്ധിച്ച് സിമ്പിൾ സെൻറ്റൻസുകൾ പറഞ്ഞ് ശീലിക്കുക. അതിനുശേഷം ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ കാണുന്ന ഓരോ മൊമെൻറ്റുകളെ ഒബ്സർവ് ചെയ്ത് സെൻറ്റൻസുകളാക്കി പറയാം. ഇനി യാത്ര ചെയ്യുമ്പോൾ പോലും യാത്രയിൽ ഉടനീളം കാണുന്ന ഓരോ കാര്യങ്ങളെ നോക്കി സെൻറ്റൻസുകളാക്കി സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ലിസണിങ് ആൻഡ് റീഡിംഗ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷനുകളെ ബേസ് ചെയ്ത് സെൻറ്റൻസുകളാക്കി ശീലിക്കാം. കൂടാതെ രാവിലെ എണീക്കുന്ന സമയം മുതൽ രാത്രിയിൽ കിടക്കുവാൻ പോകുന്ന സമയം വരെ ഡെയിലി ചെയ്ത കാര്യങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഓർത്തെടുത്ത് സെൻറ്റൻസുകളായി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് വിവിധ സാഹചര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്ത് സ്പീക്കിംഗ് കോൺഫിഡൻസ് കൂട്ടാവുന്നതാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കോൺഫിഡൻസ് ആയതിനു ശേഷം നിരവധി ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ സ്പീക്കിംഗ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അവ ഉപയോഗിക്കാം. അത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പീക്കിംഗ് പാർട്ട്ണറിനെ ലഭിക്കണം എന്നില്ല. അത് ഇത്തരം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഡ്രോബാക്കാണ്. 5ാമതായി, ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം IELTS പഠിക്കുവാൻ പോകുന്ന ഒരാൾ ഇംഗ്ലീഷ് ഗ്രാമർ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുവാനായി ഡെയിലി കുറഞ്ഞത് അരമണിക്കൂർ എങ്കിലും പ്രാക്ടീസ് ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാമർ ഉപയോഗിക്കുവാൻ അറിഞ്ഞതിന് ശേഷം മാത്രം IELTSന് ജോയിൻ ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. IELTSന് ഗ്രാമർ എസൻഷ്യൽ പാർട്ട് ആയതിനാൽ ഗ്രാമറും പഠിക്കുവാൻ ശ്രമിക്കുക. ഗ്രാമർ എങ്ങനെ പഠിക്കണം എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ട്യൂട്ടറുടെ ഗൈഡൻസ് തേടുകയോ അല്ലെങ്കിൽ ഗ്രാമർ ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് പഠിച്ചതിന് ശേഷം വീണ്ടും 1 മാസമോ 2 മാസമോ ഇംഗ്ലീഷ് സ്വയം പ്രാക്ടീസ് ചെയ്ത് ഏത് ഭാഗത്താണ് സ്റ്റക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കി ആ ഭാഗം നന്നായി മനസ്സിലാക്കിയെടുത്ത് പ്രാക്ടീസ് ചെയ്ത് സ്വയം ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയതിന് ശേഷം IELTSന് ജോയിൻ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം സ്വയം പ്രാക്ടീസ് ചെയ്ത് IELTSന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടെ ഈ വീഡിയോ
ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.